പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ്റെ വിടവ് നമ്മുടെ ഗ്രാമപഞ്ചായത്തും നമ്മുടെ നാട്ടിലൊക്കെ ഏത് തരത്തിലാണ്? തീർച്ചയായിട്ടും ഉണ്ണിയേട്ടൻ്റെ വിടവ് ഒരു രീതിയിലും നമുക്ക് നികത്താൻ പറ്റാത്തൊരു വിടവാണ്. കാരണം കണ്ണമംഗലം പഞ്ചായത്തിൽ ഏതൊരു ചെറിയൊരു പരിപാടി ഉണ്ടെങ്കിലും ഉണ്ണിയേട്ടനോടത് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ആ സമയത്ത് അത് എത്ര തിരക്കിനിടയിലാണെങ്കിലും അദ്ദേഹം അവിടെ വരാനും അവിടെ വന്നുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെതായ ആ ഒരു സ്വതസിദ്ധ ശൈലിയിൽ അദ്ദേഹം ഇടപെടാനും ശ്രമിച്ചിരുന്നു. തീർച്ചയായിട്ടും കണ്ണമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ്. കണ്ണമംഗലം പഞ്ചായത്തിന് ഒരു പിതാവിനെ നഷ്ടപ്പെട്ട പോലെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയേട്ടൻ്റെ വിടവ്. തീർച്ചയായിട്ടും അതൊരിക്കലും ഞങ്ങൾക്ക് നികത്താൻ പറ്റാത്തൊരു വിടവാണ്. ചങ്ങാതിയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനിയുള്ള ആ ഉണ്ണികൃഷ്ണന്റെ അഭാവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഉണ്ണിയേട്ടൻ്റെ വിടവ് എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതോടൊപ്പം ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കൂടിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ നിൽക്കുന്ന ഈ മുറ്റം, ഈ വാദിനൂർ മദ്രസ, നാലുകണ്ടം പള്ളി മദ്രസ എന്ന് പറയുന്നത്, ഇത് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭാരവാഹിയെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിൻ്റെ ഇവിടെ എല്ലാവരും അനുസ്മരിച്ചതുപോലെ ഇതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പാണക്കാട് റഷീദ് തങ്ങളും മാലിക്കുട്ടി മുസ്ലിയാരും എം ടി ഉസ്താദും അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഉള്ള വേദിയിൽ വെച്ച് എന്നോട് പറഞ്ഞത്, ഞാനൊരു അന്യ സമുദായക്കാരാണ് എങ്കിലും ഈ പള്ളിയും മദ്രസയും വരുന്നത് എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, ഈ നാടിൻ്റെ വെളിച്ചാണ്, അതുകൊണ്ട് ഇതിലേക്ക് ആദ്യത്തെ ഫണ്ട് ഞാൻ നൽകും, അത് ഞാൻ തങ്ങളെ ഏൽപ്പിക്കും, അത് നിന്നോട് ഞാൻ പറയാ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ എന്നെ മനസ്സലിയിപ്പിച്ചൊരു സംസാരമായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഈ പള്ളിക്കും മദ്രസിനും വേണ്ടി ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് 50 ചാക്ക് സിമൻറ്റിൻ്റെ കാശ് പാണക്കാട് റഷീദ് തങ്ങൾ ആ വേദിയിൽ വെച്ച് അദ്ദേഹം നൽകി എന്നുള്ളത് വലിയൊരു ഈ ഇന്നത്തെ കാലത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജാണ്. അതോടൊപ്പം ഇതിൻ്റെ ഉദ്ഘാടനത്തിന് നിങ്ങളൊക്കെ കാണുന്ന സാധിക്കും. ശാബ്ദങ്ങൾ ഫേസ്ബുക്കിലിട്ട ആ ഫോട്ടോയും ചന്ദ്രികയിൽ വന്ന ഫോട്ടോയും നിങ്ങളൊക്കെ കണ്ടു. ഇതിൻ്റെ ഉദ്ഘാടനം, ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു 500 നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, അത് ഞാൻ ആ ഉദ്ഘാടനത്തിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇതിൻ്റെ 1ാം നില വാർപ്പ് നടക്കുന്ന സമയത്തും എൻ്റെ വക ഒരു ചീരി ഞാൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വല്ലാത്തൊരു ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത്. നബിദിന റാലിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഒരു നബിദിന റാലിയുണ്ട്, അത് ഇവിടെ പങ്കെടുത്ത റാലിയാണ്. മഴയത്ത് പോലും അദ്ദേഹം സമസ്തയുടെ കൊടി പിടിച്ച് നബിദിന ഘോഷയാത്രയിൽ, അതുപോലെ ബദർ ശുഹദാക്കൾ ആണ്ട് നേർച്ച, നബിദിന പരിപാടി, ഇതൊക്കെ വന്ന് കൂടിയാടി നമ്മളെപ്പോലെ പ്രവർത്തിച്ച ഒരാളാണ്. മാത്രമല്ല, ഞങ്ങൾ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സർവീസ് സെസ്സിൻ്റെ ഒരു ഭാരവാഹി കൂടിയായിരുന്നു. അദ്ദേഹം 4 തവണ ജാർഖണ്ഡിലേക്ക് ഞങ്ങൾ ട്രെയിനിൽ ഒന്നിച്ച് യാത്ര നടത്തിയിരുന്നു. ആ യാത്രാ അനുഭവങ്ങളൊക്കെ എപ്പോഴും ഞങ്ങൾ ഫോട്ടോയും അതിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചു പോവുകയാണ്. ഉണ്ണിയേട്ടൻ ഇത്ര പെട്ടെന്ന് പോകും ഒരിക്കലും നിലച്ചിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ഏതായാലും അദ്ദേഹം ആരുടെ മണ്ണിലേക്ക് പോയി, നിത്യശാന്തി ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് പരലോക ജീവിതം എല്ലാ അർത്ഥത്തിലും സന്തോഷത്തിലാക്കി ദൈവം കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക.